രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചില ചാറ്റ് വിവരങ്ങളൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമെന്നാണ് ഭീഷണി. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട എന്നും രാഹുൽ ഈ ചാറ്റിൽ പറയുന്നുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്ന ആ ഭീഷണി സന്ദേശത്തിലുണ്ട്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകുന്നത്. സാജിദ്, ആദ്യം അറിയേണ്ടത് ഈ ചാറ്റ് എപ്പോൾ നടന്നതാണ്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റ് കേസുകൾ വന്നതിന് ശേഷമുള്ള ചാറ്റാണോ ഇത്? നൗഫൽ, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റ് 2 പരാതികൾ വന്നതിന് ശേഷമുള്ള ചാറ്റാണിത്. ഈ പരാതികൾ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ആണ് ഈ ചാറ്റിന്റെ ആരംഭം. അതായത് ആ യുവതി ചോദിക്കുന്നത് എന്താണ് എന്നുള്ളത്. ഇതെല്ലാം ഈ തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്ന് രാഹുൽ പറയുന്നു. അതിന്റെ തുടർച്ചയായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും എന്ന് രാഹുൽ പറയുന്നു. ഇത് ഈ പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ആരും ശ്രമിക്കേണ്ട എന്ന് പറയുന്നു. അതായത് ഈ യുവതി ഈ രാഹുലിന് ചില ഈ ഭീഷണി സ്വരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന ദിവസം നമുക്കൊന്ന് നേരിൽ കാണണം, അന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് യുവതി പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് രാഹുൽ സൂപ്പർ ഹീറോ ആകേണ്ടെന്നും യുവതി ചാറ്റിൽ പറയുന്നുണ്ട്. താഴാവുന്നതിന് മാക്സിമം താൻ താഴ്ന്നുവെന്നും ഈ ക്ഷമിക്കാവുന്നതിന്റെ പരിധിയെല്ലാം കഴിഞ്ഞതാണെന്ന് യുവതി പറയുന്നു. അതിന് മറുപടിയായാണ് പിന്നീട് ഈ രാഹുൽ ഈ അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല, താൻ എല്ലാത്തിനും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്, നീയല്ല മറ്റാരും പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ പേടിക്കുന്നവനല്ല, താൻ കുറ്റസമ്മതം നടത്താനും തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നാട്ടിൽ വന്ന കുറെ ആളുകളുമായി ഞാൻ ഈ യുവതിയുടെ വീട്ടിലേക്ക് വരുമെന്ന് രാഹുൽ പറയുന്നു. അതോടുകൂടി എല്ലാം തീരുമെന്നും രാഹുൽ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും തനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ആകെ ഇപ്പോ ഇല്ലാത്തതും നീ ഇപ്പോ എക്സ്ട്രീം ചെയ്യും എന്നുള്ളതുമായ കാര്യങ്ങളൊന്നും താൻ ഈ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ എനിക്കറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോ നീ അതൊക്കെ കഴിഞ്ഞു വാ, എന്നിട്ട് നീ നന്നായി ജീവിക്കണേ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വാർത്താ സമ്മേളനം വിളിക്കുക എന്നുള്ള ഒരു വെല്ലുവിളിയും രാഹുൽ നടത്തുന്നുണ്ട്. അതായത് ഈ 3ാമത്തെ കേസിലെ യുവതിയുമായുള്ള ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത് അല്ലെ? അതെ, തീർച്ചയായും. ഇന്നലെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയ ആ സംഭവത്തിലെ യുവതിയുമായുള്ള ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ആദ്യത്തെ 2 കേസും അതിൽ രാഹുൽ ഒളിവിൽ പോകുന്നതും അതിൽ വലിയ വിവാദങ്ങളും വാർത്തകളും വരുന്നു. അത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് യുവതി മെസ്സേജ് അയക്കുന്നത്. അതായത് രാഹുൽ ഈ ഇപ്പോൾ പരാതിക്കാരിയായ 3ാമത്തെ പരാതിക്കാരിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. അതേ സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റിലാണ് പിന്നീട് അതൊരു ഭീഷണിയിലേക്കും. അതായത് 3ാമത്തെ കേസിലെ അതിജീവിത കേസ് കൊടുക്കുമെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് ആ യുവതിയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു രാഹുലിന്റെ ലക്ഷ്യം എന്നാണ് ഈ ചാറ്റ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും. അതായത് ഈ 2ാമത്തെ 2 കേസുകൾ, ആ കേസുകളുടെ വിശദാംശങ്ങൾ ചോദിക്കുന്നു. പിന്നീട് ഈ യുവതി ചില കാര്യങ്ങൾ പറയുന്നു. അതായത് ഈ പാർട്ടിയിലേക്ക് രാഹുലിനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അന്ന് കാണണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അപ്പോഴാണ് തനിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല, യുവതിക്കാണ് നഷ്ടപ്പെടാനുള്ളതെന്നും അതുകൊണ്ട് താൻ ഏത് അറ്റം വരെ പോകുമെന്നും ധൈര്യമുണ്ടെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയൂ തുടങ്ങിയ കാര്യങ്ങളാണ് യുവതിയോട് ഒരു ഭീഷണി സ്വരത്തിൽ രാഹുൽ പറയുന്നത്. അത് കഴിഞ്ഞത് ഈ നവംബറിലാണ്, അതായത് ഏകദേശം 2 മാസം മുൻപ് നടന്ന ചാറ്റാണ്. ടെലിഗ്രാം വഴിയാണ് ഈ ചാറ്റുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ശരി.